ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെച്ചാലോ? ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മയാണ് വെക്കുന്നത്. തൽക്കാലം ഇന്ന് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുവാണ്. അമ്മയുടെ വിളിച്ച് ചോദിച്ച് എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് വെക്കുന്നത്. ഞാൻ ചക്കക്കുരു അതിനായിട്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. എന്നാലും പെട്ടെന്ന് വേവിച്ച് കിട്ടത്തുള്ളൂ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേകാൻ ആവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലിട്ട് 2-3 വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തു. എന്നിട്ട് ഞാനതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ മാങ്ങ നല്ല പുളിപ്പുള്ള മാങ്ങ തന്നെ ആയിരിക്കണം, എന്നാലും നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. കുറച്ച് മതി, ഞാനൊരു പകുതി മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മാങ്ങയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് മാങ്ങ വേകുന്നവരെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് വേഗം ഉപ്പ് ഓൾറെഡി അതിനകത്തുണ്ട്. എന്നിട്ട് അരപ്പ് തയ്യാറാക്കണം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിന് വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കുറച്ച് കടുവും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കണം കേട്ടത് ഇതുപോലെ. എന്നിട്ട് ഇത് അരച്ചെടുക്കുന്ന സമയപ്പോൾ നമ്മുടെ മാങ്ങയും ചക്കക്കുരു നന്നായിട്ട് വെന്തിറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുവറുത്തും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കറി സെറ്റ് അടിപൊളിയായിട്ട്. അപ്പം ഇതും കൂടെ ഇത് കൂട്ടി അടിപൊളിയായിട്ട് ചോറ് കഴിക്കുക സൂപ്പറായിട്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.